കിടിലൻ ഡിസ്കൗണ്ട് ഓഫറുകളും മെഗാ എക്സ്ചേഞ്ച് മേളയും. ഓഫറുകളുടെ വിസ്മയമൊരുക്കി ക്വാളിറ്റി സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് നിംസ് ഹോസ്പിറ്റൽ, വണ്ടൂർ ആൻഡ് പൂക്കോട്ടുംപാടം. നിലവിളികൾ നിലയ്ക്കാതെ കരുവാരക്കുണ്ട് വട്ടമല. കഴിഞ്ഞ 2 വർഷത്തിനിടെ 25ഓളം അപകടങ്ങളും 2 മരണങ്ങളുമാണ് ഇവിടെ സംഭവിച്ചത്. അപകടങ്ങൾ പതിവായിട്ടും സുരക്ഷാ സംവിധാനങ്ങളില്ലാത്തത് വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഞായറാഴ്ച രാത്രി അങ്കണവാടി കുട്ടികൾ സഞ്ചരിച്ച ബസ്സാണ് താഴ്ചയിലേക്ക് മറിഞ്ഞത്. കരുവാരക്കുണ്ടിൽ നിന്ന് എടത്തനാട്ടുകരയിലേക്ക് എത്താനുള്ള എളുപ്പപാതയാണിത്. മലമുകളിലൂടെയുള്ള യാത്ര ഹൃദ്യമായ അനുഭവം തന്നെ സമ്മാനിക്കും. ചിലപ്പോഴൊക്കെ വന്യമൃഗങ്ങളെയും കാണാം. എന്നാൽ ഇവിടെ വലിയ അപകടം തന്നെ പതിയിരിക്കുന്നുണ്ട്. ചെങ്കുത്തായ കയറ്റ ഇറക്കങ്ങളും വളവുകളും ഒപ്പം റോഡിന്റെ വീതിക്കുറവുമെല്ലാം അപകടത്തെ ക്ഷണിച്ചു വരുത്തുന്നു. എടത്തനാട്ടുകരയിൽ നിന്ന് കരുവാരക്കുണ്ട് ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങൾ വട്ടമലയിലെ ഇറക്കം ഇറങ്ങുമ്പോഴാണ് അപകടങ്ങൾ സംഭവിക്കുന്നത്. സ്ഥലപരിചയമില്ലാത്ത ഡ്രൈവർമാർ ഇറക്കവും വളവും മനസ്സിലാക്കാത്തതാണ് അപകടങ്ങളുടെ കാരണം. 2 വർഷം മുൻപ് ഒരു ലോറി താഴ്ചയിലേക്ക് മറിഞ്ഞ് ഡ്രൈവറും മാസങ്ങൾക്ക് മുൻപ് ഓട്ടോറിക്ഷ ഇതേ സ്ഥലത്തേക്ക് മറിഞ്ഞ് യാത്രക്കാരനും മരണപ്പെട്ടിരുന്നു. കൂടാതെ പരിക്കേൽക്കുന്നതും അല്ലാത്തതുമായ നിരവധി അപകടങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപകടങ്ങൾ കുറയ്ക്കാൻ താഴ്ചയുള്ള ഭാഗത്തോട് ചേർന്ന് ഇരുമ്പ് ഭിത്തി നിർമ്മിക്കാൻ AP അനിൽകുമാർ MLA ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെങ്കിലും പ്രവൃത്തി എങ്ങും എത്തിയിട്ടില്ല. ഞായറാഴ്ച ഗൂഗിൾ മാപ്പ് കാണിച്ച വഴിയിലൂടെ വന്ന അങ്കണവാടി കുട്ടികൾ സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. താഴ്ചയിലേക്ക് വീണെങ്കിലും ബസ് റബ്ബർ മരങ്ങളിൽ തങ്ങിനിന്ന് മറിയാതെ നിന്നത് വൻ ദുരന്തം തന്നെ ഒഴിവാക്കി. പാതിരാത്രിയിലും കുരുന്നുകളുടെ നിലവിളി ശബ്ദം കേട്ട് ഓടിക്കൂടിയ നാട്ടുകാരുടെ രക്ഷാപ്രവർത്തനവും പ്രശംസനീയമാണ്. ഇരുമ്പ് ഭിത്തി നിർമ്മിക്കുന്നതിലൂടെ മാത്രം ഇവിടുത്തെ അപകടങ്ങൾ കുറയ്ക്കാനാകില്ല. വളവ് കുറച്ച് റോഡിന് വീതി കൂട്ടിയാൽ നിലവിലെ പ്രശ്നങ്ങൾക്കെല്ലാം ശാശ്വത പരിഹാരമാകും. വീതി കൂട്ടുന്നതിന് ഭൂമി ലഭ്യമാക്കാൻ സ്ഥലം ഉടമകളോട് ചർച്ച നടത്തിയിട്ടുണ്ടെന്നും ഉടൻ അത് സാധ്യമാകുമെന്നും ഗ്രാമപഞ്ചായത്ത് അംഗം ഇ കുഞ്ഞാണി പറഞ്ഞു. എൻ്റെ അഭിപ്രായം എന്താ വെച്ചാൽ ഇവിടെ കൈവരി വന്നാലും ജീവൻ രക്ഷപ്പെടാൻ സാധ്യത കുറവാണ്. കാരണം പരിചയമില്ലാത്ത ഡ്രൈവർ വന്നാൽ ഈ വളവിൽ അത് മാറണമെന്നുണ്ടെങ്കിൽ ഇവിടെ ലേശം വീതി കിട്ടണം. അപ്പോൾ ആ വീതി കിട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് ആ ഭൂമി ഉടമ ലക്ഷ്മണൻ എന്ന് പറഞ്ഞ ആളാണ് സാറിന് വിളിച്ചിരുന്നു. അപ്പോൾ സാർ എനിക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു തരാൻ വൈകുന്നേരത്ത് വിളിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്താണെങ്കിലും ഇവിടെ ഈ അടിയന്തരമായിട്ട് ഈ വളവ് കുറച്ച് വീതി കിട്ടി ആണ് നമ്മളെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ. അല്ല വെറും കൈവരി വെച്ചും കൊണ്ട് ഇവിടുത്തെ പ്രശ്നങ്ങൾ തീരൂല. കാരണം കൈവരി ഇവിടെ വരുമ്പോഴും കൈവരി എന്താ അതിൻ്റെ ബലം എന്താണെന്നൊക്കെ നമുക്കൊക്കെ അറിയാം. അതൊക്കെ ഒരു പരസ്യം പോലെയുള്ള കൈവരിയൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ കൈവരിയും 2 സൈഡിലും വേണം, റോഡ് അല്പം വീതിയും വേണം. ഭൂമി ഗവൺമെൻറ് സംസാരിച്ചിട്ടുണ്ട്. ഞങ്ങളൊരു ആവശ്യം ഈ നാട്ടുകാർ ഈ കുട്ടികൾ ഞങ്ങളൊക്കെ ഒരു ആവശ്യം എന്നാണ്. ഞങ്ങളൊക്കെ നട്ടപ്പാരാക്ക്. ഇപ്പോൾ ഇന്നലെയൊക്കെ ഈ പ്രദേശവാസികളാണ് ആദ്യം വിവരം അറിയുന്നത്. അവരാണ് ആദ്യം രക്ഷാപ്രവർത്തനം ഇറങ്ങിക്കണം. എന്നിട്ടാണ് ഞാൻ ഉൾപ്പെടെ വരുന്നത്. അങ്ങനെ ട്രോമാ കെയർ, പോലീസ്, ഈ നാട്ടിലെ അതേപോലെ തന്നെ ഓലപ്പാറ ആ ഭാഗത്തിലെ കുട്ടികൾ, ആയിരക്കണക്കിന് വാഹനങ്ങളും അതിനോത്തിരി ആളുകളും ഇവിടെ സേവനത്തിനുണ്ട്. പക്ഷേ ആ ഒരു ബസ്സിൽ വന്ന കാര്യത്തിൽ ഫുള്ളായിട്ട് ചെറിയ കുട്ടികളായിരുന്നു. പടിമെന്ന് വീണമാർക്ക് അതിറ്റൊക്കെ ഒന്നും സംഭവിച്ചില്ല എന്നുള്ളതാണ് വലിയ സന്തോഷം ഉണ്ടായില്ല. ഒരു അപകടവും സംഭവിച്ചിട്ടില്ല, പടിമെന്ന് വീണ പോലെ. പക്ഷെ നമ്മൾ ഇനിയൊരു ടെസ്റ്റിന് സമയമല്ല. എന്തായാലും ഭൂമി ഉടമനോട് 2 ഭൂമി ഉടമകളോട് ചോദിച്ചിട്ടുണ്ട്, അവർ സഹകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള റോഡ് വീതി കൂട്ടുകയും 2 ഭാഗം കൈവരി ഉണ്ടാക്കണം എന്നാണ് ഈ പ്രദേശവാസികളെ ഒരാവശ്യം. ഇവിടുത്തെ ഒരു നിലവിളി ശബ്ദം അവസാനിപ്പിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. പെരിന്തൽമണ്ണ DYSP TK ഷൈജുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും സ്ഥലം സന്ദർശിച്ചു. ന്യൂസ് ബ്യൂറോ, കരുവാരക്കുണ്ട്. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.